ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിൽ ആൽസിൻ്റെ തന്നെ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ലുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ വാഷിംഗ് ഡേ ആണ്. ഞാൻ നോർമലി 2 ദിവസം കൂടുന്ന സമയത്താണ് ഹെയർ വാഷ് ചെയ്യുക. ഡെയിലി രാവിലെ വൈകുന്നേരം മീൽ കഴുകും. പക്ഷെ ഹെയർ വാഷ് ചെയ്യുന്നത് ട്വൈസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ത്രൈസ് ഇൻ എ വീക്ക് ഒക്കെയാണ്. അപ്പം ഇന്ന് എൻ്റെ ഹെയർ വാഷിംഗ് ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കാം എന്നുള്ളത്. ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ പറയാനൊന്നും ആയിട്ടില്ല, കാരണം ഞാൻ ഇതുവരെ ഫ്ലാക്സ് സീഡ് എൻ്റെ ഹെയറിൽ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അപ്പം തന്നെ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഹെയറിന്, അതൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റും. അതല്ലാണ്ടൊരു റിവ്യൂ പോലെ ഞാനൊരു 2-3 വട്ടം അല്ലെങ്കിൽ ഒരു 4-5 വട്ടം യൂസ് ചെയ്തതിന് ശേഷം ഇടുന്നതായിരിക്കും. പിന്നെ ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ ഫ്ലാക്സ് സീഡ് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ക്യാമറ നോക്കി സംസാരിക്കാൻ, എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട്. സോ ഐ ട്രൈ ദാറ്റ്. ഞാൻ പൊതുവേ പോർട്രേറ്റ് മോഡിലാണ് റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പോർട്രേറ്റ് മോഡിൽ ഫ്രണ്ട് ക്യാം വെച്ചിട്ടാണ് എടുക്കാറ്. അപ്പം നോർമലി അങ്ങനെ പ്രശ്നം ഉണ്ടാവാറില്ല. ഇത് പക്ഷേ ലാൻഡ്സ്കേപ്പ് ഇതായതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ എന്നെ തന്നെ നോക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കാത്തൊരു ഫീല് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഫ്ലാക്സ് സീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫ്ലാക്സ് സീഡ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഞാനിങ്ങനെ ഗൂഗിളിലും കാര്യങ്ങളിലും യൂട്യൂബിലും ഒക്കെ നോക്കിയ സമയത്ത്, വീഡിയോസൊക്കെ നോക്കിയ സമയത്ത് ഒരുപാട് അതിൻ്റെ ബെനിഫിറ്റ്സ്, ഹെയറിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് കണ്ടു. ഹെയർ ഗ്രോത്ത്, ഹെയർ ടെക്സ്ചർ മാറ്റും, ഒരു ഷൈനെസ് തരും, ഫ്രിസിനെസ് മാറും, പിന്നെ ഹെയർ ഫോൾ കുറയ്ക്കും, അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് കണ്ടു. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പം. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു പേഴ്സണൽ എക്സ്പീരിയൻസോ അങ്ങനെയൊന്നും ഷെയർ ചെയ്യാനില്ല. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ അപ്പോൾ ഇതാണ് ആക്ച്വലി ബോട്ടിൽ. ഇത് നമുക്ക് ആദ്യം ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യാം. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കവറെല്ലാം ഒന്ന് പൊട്ടിക്കണം. നന്നായി കുലുക്കാം. ഇത് ഓൾറെഡി അവർ പറയുന്നുണ്ട് ഷേക്ക് ഇറ്റ് വെൽ ബിഫോർ യൂസ് എന്ന്. അപ്പോൾ ഇതിൽ ഇവർ പറയുന്നത് ഇത് സ്മൂതൻ ചെയ്യും, നമ്മുടെ ഹെയർ ഹൈഡ്രേറ്റഡ് ആക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫോർ ഹെയർ ആൻഡ് സ്കിന്നാണ് കേട്ടോ. നമുക്ക് ഹെയറിന് യൂസ് ചെയ്ത് നോക്കാം, സ്കിന്നിന് പിന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ ആദ്യം ഷേക്ക് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട്സ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ആണ് പറയുന്നത്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 30 to 40 മിനിറ്റ്സ് വയ്ക്കാനാണ് പറയുന്നത്. സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ് അങ്ങനെ ലീവ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ വാട്ടർ വെച്ചിട്ട് അത് വാഷ് ഓഫ് ചെയ്തെടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ അവർ പറയുന്നുണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് ബിഫോർ യു യൂസ് ഇറ്റ്. കാരണം സ്കിന്നിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം ചില ഇൻഗ്രീഡിയൻസ് മേ ഇറിറ്റേറ്റ് സ്കിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കോഷൻ എല്ലാ പ്രോഡക്ട്സിലും നമ്മൾ കാണുന്നതാണ്. സോ പാച്ച് ടെസ്റ്റ് പോലെ എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇഫ് യു ഹാവ് ലൈക്ക് ഭയങ്കര സ്കിൻ അലർജി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്കിന്നിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇവർ പറയുന്ന ഹെയർ ഈ സെയിം സാധനം തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഒന്ന് ഹൈഡ്രേറ്റ് ആവും, ഫ്രിസിനെസ് ഒന്ന് കുറയും, ടെക്സ്ചർ മാറും എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു ലോങ് റൺ യൂസിലായിരിക്കണം ഇങ്ങനെയൊക്കെ ഭയങ്കര ഒരു ചേഞ്ച് നമുക്ക് കാണുന്നത്. ഇപ്പം ഇന്ന് യൂസ് ചെയ്താൽ ഇന്ന് തന്നെ എനിക്ക് ഭയങ്കര സൂപ്പർ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഇവർ പറയുന്നത്, ആദ്യം ബോട്ടിൽ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട്സ് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഇത് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. ഹെയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 to 40 മിനിറ്റ്സ് അങ്ങനെ വെച്ചിട്ട് വെള്ളം വെച്ച് കഴുകിക്കളയാനാണ് പറയുന്നത്. ഇപ്പൊ കഴുകിക്കളയുമ്പോൾ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യണോ അങ്ങനെയൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിന് 250 rupees ആണ്. 300 ml ബോട്ടിലാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ചീന്തിയിട്ട് കോംപ് ചെയ്തിട്ട്, നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ ചീന്തുക എന്നാണ് പറയുന്നത്. കോംപ് ചെയ്തിട്ട് ഡീടാങ്കിൾ ചെയ്യുക, ജടയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇത് ഇടാനായിട്ട്. കുറച്ച് എടുക്കാം, കുറച്ച്
ഇത് ഭയങ്കര ഒരു ജെൽ മണം, എന്തോ ഒരു മണമുണ്ട്. ഒരു ഭയങ്കര ജെൽ, നമ്മുടെ ഈ അലോവേറ വഴുപ്പ് ഫീലിംഗ് ആണ്. ജസ്റ്റ് ഇങ്ങനെ സ്കാൽപ്പിൽ ആദ്യം കൊടുക്കാം. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് മുടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ലെങ്ത്ത് കുറവായതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പക്ഷെ ഭയങ്കര ലെങ്ത്ത് ഉള്ളവരൊക്കെ കുറച്ചധികം മെനക്കെടണം എന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് നല്ലപോലെ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ വീഡിയോയിൽ ഇത് അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലപോലെ തേച്ചിട്ടുണ്ട്. കുറേ തേച്ചിട്ടുണ്ട്. സ്കാൽപ്പിലും ഹെയറിലൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മുടി കെട്ടി വയ്ക്കാം. തേക്കുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര ഇങ്ങനെ പ്ലീന്ന് പോലെ ഇല്ല മുടി. അതുകൊണ്ട് കുറച്ച് എളുപ്പമാണ്. അങ്ങനെ അധികം ഡ്രസ്സിലൊന്നും ആയിട്ടില്ല. നമ്മൾ ഓയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ കെട്ടി വെച്ചിട്ട് നമുക്കൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ യെസ് ഗൈസ്, ഞാൻ കുളിച്ചു വന്നു. ഞാൻ ആക്ച്വലി ഇതിൻ്റെ കൂടെ ഷാമ്പുവും കണ്ടീഷണറല്ല, ഞാൻ ഷാമ്പുവും ഹെയർ മാസ്കും ആണ് യൂസ് ചെയ്യാറ്. ഷാമ്പുവും ഹെയർ മാസ്കും ഞാൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വാഷ് ചെയ്ത ഹെയർ. ശരിയാണ്, നമുക്കൊരു മോയ്സ്ചറൈസിങ്, ഒരു ഹൈഡ്രേറ്റിംഗ് ഫീല് കിട്ടുന്നുണ്ട് മുടിക്ക്. അപ്പം നിങ്ങൾ വിചാരിക്കും ഷാമ്പുവും നമ്മൾ കണ്ടീഷണറും അല്ലെങ്കിൽ ഹെയർ മാസ്കും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലേ. ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് നമുക്ക്. പിന്നെ ഹെയർ ഗ്രോത്ത് ഒന്നും ഇപ്പോഴേ പറയാൻ പറ്റില്ല. അത് കുറച്ച് നമ്മളൊരു ലോങ് ടേമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഐ തിങ്ക് ദിസ് ഈസ് ഗുഡ്. ഞാൻ കുറച്ച് അധികം കാലം യൂസ് ചെയ്തിട്ട് പറയാം എപ്പോഴെങ്കിലും എങ്ങനെയാണെന്ന്. ബട്ട് നല്ലതാണെന്നാണ് എനിക്കും തോന്നുന്നത്. നമുക്കിങ്ങനെ പിടിച്ചൊക്കെ നോക്കുന്ന സമയത്തൊക്കെ ഇത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ ഉണങ്ങിയിട്ട് ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മുടി ഉണങ്ങിയ സമയത്ത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ള എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ഗൈസ്. അപ്പോൾ ഇന്നലെയാണ് ആക്ച്വലി ഞാൻ കുളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും വീഡിയോ, പിറ്റേ ദിവസത്തിൻ്റെ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ എണീച്ചൊന്നും ചെയ്തിട്ടില്ല. മുടി ചീന്തിട്ട് പോലും ഇല്ല. പക്ഷേ നമുക്ക് ഭയങ്കര നന്നായി നിൽക്കുന്നുണ്ട്, ഭയങ്കര സ്മൂത്തായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ മുടിക്കൊരു ഫ്രഷ്നെസ്, ഒരു ഹൈഡ്രേറ്റഡ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലതാണെന്ന്. പക്ഷേ ഒരു ലോങ് ടേം നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ അതിന് നമുക്ക് കറക്റ്റായിട്ട് റിവ്യൂ പറയാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പറയാം. ബട്ട് ഒരു വൺ ടൈം യൂസിൽ എനിക്കിത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു സ്മൂത്ത് ഫീലിംഗ് വരുന്നുണ്ട്, ഹൈഡ്രേറ്റഡ് ഫീലിംഗ് വരുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങളും ഇത് യൂസ് ചെയ്ത് നോക്കൂ. And do let me know.